ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +2 അക്കൗണ്ടൻസി ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് 2025 മാർച്ചിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആദ്യം പറയാൻ പോകുന്നത്. എ ലൈബിലിറ്റി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് ഡിസ്കവേർഡ് അറ്റ് ദ ടൈം ഓഫ് admission of a partner. The liability will be, ആ ലൈബിലിറ്റി നേരത്തെ കണ്ടുപിടിച്ചില്ല അഡ്മിഷൻ്റെ സമയത്ത്, ആ ലൈബിലിറ്റി എന്ത് ചെയ്യുമെന്ന്. ദാറ്റ് ലൈബിലിറ്റി ഈസ് ഡെബിറ്റഡ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ആ ലൈബിലിറ്റി റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ അബൌട്ട് ദി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്ണറുടെ ലോണിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ ആൻസറാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ. ഇനി ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ഫേം അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അറ്റ് 8% നോർമൽ റേറ്റ് ഈസ് 1,50,000. ദി എമൗണ്ട് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് വിൽ ബി. ഇപ്പോൾ ഗുഡ് വിൽ 1,50,000, അതിൻ്റെ 8% നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പം ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗുഡ് വിൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഗുഡ് വില്ല് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഗുഡ് വിൽ നമുക്ക് തന്നിട്ടുണ്ട് 1,50,000ൻ്റെ 8% കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് 12,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി ഇവൻ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ ടൈമിൽ ദ എമൗണ്ട് റിലീസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ് ഈസ് ഫസ്റ്റ് അപ്ലൈഡ് ടു. അസറ്റ് വിറ്റ് കിട്ടുന്ന പണം ആദ്യം എന്താ ചെയ്യുന്നതെന്ന് ഔട്ട്സൈഡേഴ്സിന് ലൈബിലിറ്റി കൊടുക്കാനാണ്. അപ്പം സെറ്റിൽ ദ എക്സ്റ്റേണൽ ലൈബിലിറ്റി, പുറമേ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പാർട്ട്ണർമാർക്കുള്ള ലൈബിലിറ്റി പേ ഓഫ് ചെയ്യുള്ളൂ. സെറ്റിൽ ദ എക്സ്റ്റേണൽ ലൈബിലിറ്റിയാണ് ഇവിടെ ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത പേജിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയണം. ദി എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഈസ് ഡിവൈഡഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന പണം പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആ തെറ്റാ സ്റ്റേറ്റ്മെൻറ്റ്. എമൗണ്ട് ഡിസൊല്യൂഷൻ്റെ സമയത്ത് കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. അത് ലയബിലിറ്റി കൊടുത്തു തീർക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് എന്നുള്ള ഇവിടെ ആണ് കറക്റ്റ്. ഇനി ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അത് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ശ്യാം ആൻഡ് സനൽ ആർ ഈക്വൽ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് 50,000 ആൻഡ് 40,000. ശ്യാമിൻ്റെ ക്യാപിറ്റൽ 50,000ഉം സനലിൻ്റെ ക്യാപിറ്റൽ 40,000. ഓൺ April 1, 2023 കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്മിസിബിൾ ടു ശ്യാം ആൻഡ് സനൽ 10% പെർ ആനം. March 31, 2024 ഒരു വർഷത്തെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് 20,000 ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് ഇത് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ശ്യാംസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 50,000ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അത് ശ്യാമിന് 5%. ഇനി സനൽസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അത് 4,000. അപ്പം ഫസ്റ്റ് കേസിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ് 20,000 ഉള്ളപ്പം ശ്യാമിന് 5,000ഉം സനലിന് 4,000ഉം കിട്ടും. എന്നാൽ അതേസമയം ലോസ് ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം പ്രോഫിറ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് നോട്ട് അലൗഡ് ബിക്കോസ് ദ ഫേം ഇൻകർഡ് എ ലോസ് എന്ന് അവിടെ എഴുതി വെക്കണം. ഇതാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത്. 25-ലെ അതേ മോഡലിൽ തന്നെ ആയിരിക്കും 26-ലും വരുന്നത്. എമൗണ്ടിനൊക്കെ മാത്രമേ മാറ്റം കാണുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് കേട്ട് പഠിക്കുക. ഇനി സ്റ്റേറ്റ് എനി 2 ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എപ്പോഴും ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ ഈസ് ഫിക്സഡ് ഇൻ ഓൾവേസ്. ഒരു അക്കൗണ്ട് മാത്രമേ കാണുള്ളൂ. ഓൺലി 1 അക്കൗണ്ട്, ഒരു അക്കൗണ്ട് മാത്രമേ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കാണുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഒരു 1 അക്കൗണ്ട് മാത്രം. എന്നാലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ക്യാപിറ്റൽ എമൗണ്ട്. ഇനി ഫിക്സഡ് മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ന്യൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, കറണ്ട് അക്കൗണ്ട്. എന്നാൽ അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും.
ഇവിടെ 2 അക്കൗണ്ട് കാണും. ഏതാ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് കാണും. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there is only 1 അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യുന്നത് കൊണ്ട് ഒരു അക്കൗണ്ട് മാത്രമേ കാണുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എൽ ആൻഡ് എം ആർ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 5:3 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ദേ അഡ്മിറ്റ് എന്നിനെ കൊണ്ടുവരുന്നു. എന്നിൻ്റെ 1/10 ഷെയറാണ് കൊടുക്കുന്നത്. അത് എല്ലിൽ നിന്ന് എമ്മിൽ നിന്ന് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലിൻ്റെ ന്യൂ റേഷ്യോ കാണാൻ ഇവിടെ 1/10 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് എല്ല് സാക്രിഫൈസ് ചെയ്യുന്നത് 1/20 ആയിരിക്കും. കാരണം അതിൻ്റെ 20 ഇരട്ടിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അതായത് അപ്പോൾ 5/8 നിന്ന് 1/20 കുറച്ചാൽ ബാക്കി 23/40 കിട്ടും. എല്ലിൻ്റെ ന്യൂ ഷെയർ. അതിന് കാൽക്കുലേഷനെല്ലാം നോക്കി നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി എംസ് ന്യൂ ഷെയർ കാണാൻ എമ്മിൻ്റെ 3/8 ആണ് എമ്മിൻ്റെ പ്രൊപ്പോർഷൻ. അതിൽ നിന്ന് 1/20 മൈനസ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ ന്യൂ റേഷ്യോ 13/4 കിട്ടും. മറ്റേ ആളുടെ 23/40 കിട്ടും. ഇനി ഇത് പുതിയ എന്നിൻ്റെ ഷെയർ ഇത്ര 1/10 ആണ്. അത് ഇവർ അതിൻ്റെ 4 ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 4/40 വരും. അപ്പം ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആകെ 40 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 40ൽ 23/40 എല്ലിനും 13/40 എമ്മിനും 4/40 എന്നിനും വരും. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലിടാൻ താല്പര്യപ്പെടുന്നത്. ഇത് നോക്കി പഠിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.